റിപ്പോർട്ട് വെക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറെ നിർഭാഗ്യകരമായ സംഭവമാണ് കൂത്താട്ടുകുളത്ത് അരങ്ങേറിയത്. അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ഇന്ന് സഭയിൽ ഉന്നയിച്ചപ്പോൾ കേരളത്തിന് ബോധ്യമായൊരു കാര്യം, CPM സംസ്ഥാനമൊട്ടുക്ക് നടത്തുന്ന മാഫിയ രാഷ്ട്രീയത്തിന് സംരക്ഷണം നൽകുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നതാണ്. ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു പാർട്ടിയിൽ നിന്നും ഒരാൾ മറുവശത്തേക്ക് വരേണ്ടത് രാജിവെച്ചല്ലേ വരേണ്ടത്, നിലപാട് മാറ്റുമ്പോൾ. അതുകൊണ്ടാണ് കലാരാജുവിനെതിരെ ഈ പ്രതികരണം ഉണ്ടായെന്ന് പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രി ചോദിക്കാം, നിങ്ങൾക്കിത് പറയാൻ ലജ്ജയില്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം 18-ാം തീയതിയാണ് കൂത്താട്ടുകുളത്തെ ഈ അവിശ്വാസ പ്രമേയം ഉണ്ടാകുന്നത്. 15-ാം തീയതി കൂത്താട്ടുകുളത്ത് മുട്ടിക്കടക്കുന്ന പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന വിജി പ്രഭാകരൻ എന്ന സ്ത്രീയെ ഇതേപോലെ സാരി ഉടുത്ത് കൌൺസിൽ ഹാളിൽ വന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീയെ CPM മറുകണ്ഠം കൊണ്ടുപോയി ചാടിച്ച് അവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി. CPM അവർ വോട്ട് ചെയ്ത് അവരെ വൈസ് പ്രസിഡന്റ് ആക്കി, അതായത് 3 ദിവസം മുമ്പ്. എന്നിട്ട് 3-ാമത്തെ ദിവസം നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരുപക്ഷെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ്, ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക്